ലക്ഷദ്വീപ് എന്ന് പറയുന്ന ലക്ഷദ്വീപ് സമൂഹം, അവിടെ അത് ഏതാണ്ട് 26 ഐലൻഡ്സ് ഉണ്ട് ലക്ഷദ്വീപ്. പക്ഷെ അതിലെ ഒരു 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിൽ പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ സൗന്ദര്യം. ആ ദ്വീപുകളിലെ ലൈവ് കോറൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലക്ഷദ്വീപിൻ്റെ കടലുകളിലാണ്. ആൻഡമാനിലെ കടലിൽ ഞാൻ പോർട്ട് ബ്ലെയറിൽ ഞാൻ പോയി അത് കാണാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ പോർട്ട് ബ്ലെയറിലൊക്കെ മിക്കവാറും ഒക്കെ ഡെഡ് കോറലാണ്. ഇത് കടലിനടിയിലൊരു മായിക ലോകമാണ് നമ്മൾ കാണുന്നത്. വിരിഞ്ഞു നിൽക്കുന്ന പല കളറ്, യെല്ലോ, ഗോൾഡ്, റെഡ്, കുങ്കുമം, പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾഡൻ, വയലറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ അത്ര ഡാർക്ക് വയലറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കളറും ഉള്ള കോറൽ ഇങ്ങനെ പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. അത് അതിമനോഹരമായ കാഴ്ചയാണത്. കടമത്ത് ദ്വീപിൻ്റെ, ഇത് കടമത്ത് ദ്വീപ് എന്ന് പറയുന്ന ലക്ഷദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട ഒരു ദ്വീപാണ്. ആ ദ്വീപിൻ്റെ ചുറ്റുമുള്ള ഒരു മണൽത്തിട്ടയുണ്ട്. അതായത് ദ്വീപ് കഴിഞ്ഞ് കടൽ, ആ കടലിനകത്ത് തന്നെ നമ്മളൊരു 100 അടിയോളം മാറിക്കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും നാച്ചുറലി ഫോംഡ് ആയിട്ടുള്ള ഒരു മണൽത്തിട്ടയുണ്ട്. മൺതിട്ടയാണ്. അതൊരു അതിരാണ്. അവിടെ വരെ ആഴക്കുറവ്, നമുക്ക് ഇറങ്ങി നടക്കാം. അതിനകത്തെന്ന് പറഞ്ഞാൽ വളർത്തു മത്സ്യങ്ങളാണ്, നല്ല സ്റ്റൈല മത്സ്യങ്ങൾ. അതിനപ്പുറത്തോട്ടാണ് ഉള്ളതാണ് നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാം കാണിക്കും. ബോട്ടിലെ അടിയിൽ ഗ്ലാസ്സാണ്. നമ്മൾ ആ ഗ്ലാസ്സിൽ കൂടെ താഴോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. നമുക്ക് പ്രതീക്ഷിക്കാനൊക്കാത്ത കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത്രയും അതിസുന്ദരമായ കാഴ്ചകൾ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. ഒരുപാട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ള അവരുടെ, അതായത് ആ ലക്ഷദ്വീപ് സമൂഹങ്ങളിലുള്ള ആളുകൾ എന്ന് പറയുന്ന വളരെ മര്യാദക്കാരും പാവങ്ങളുമാണ്. വളരെ പാവപ്പെട്ട ആളുകൾ. പാവപ്പെട്ടെന്നാൽ അവർ പണമില്ല അവർക്ക്. അത് ഞാൻ ഒന്ന്. പിന്നെ അത് പണം ഉള്ളവർ വളരെ കുറവാണ്. പിന്നെ രണ്ടാമത്തത്, പാവങ്ങളെന്ന് പറഞ്ഞാൽ അവർ വളരെ മര്യാദയായിട്ട് ഇടപെടുന്നതാണ്, സാധുക്കൾ എന്ന് നമുക്ക് പറയാം. അത് പണം മാത്രമല്ല, അവരുടെ ജീവിതത്തിലും അങ്ങനെയാണ്. അവർക്കവിടെ വലിയ കടകമ്പോളങ്ങളൊന്നുമില്ല. ഈ മെയിൻലാൻഡിൽ നിന്ന് പോകുന്ന സാധനങ്ങളെ അവിടുന്ന് വാങ്ങാൻ പറ്റുള്ളൂ. അവരുടെ മെയിൻ ആഹാരമെന്ന് പറയുന്നത് ട്യൂണ ആണ്. ഏറ്റവും കൂടുതൽ ട്യൂണ, ഏതാണ്ട് 105 വെറൈറ്റി ട്യൂണ ഉണ്ട് കേട്ടോ. അതിൽ വലിയ ട്യൂണ എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ കേര എന്ന് പറഞ്ഞ് വലിയ കേര ഇവിടെ കൊണ്ടുവരുന്നത്, അതിലെ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് വേറെ എങ്ങൊന്നുമല്ല. അത് ഒരെണ്ണം 60-70 കിലോ തൂക്കം വരെ ഉള്ളതുണ്ട്. 2 പേര് പിടിച്ചുകൊണ്ട് വരാനേ ഒക്കുള്ളൂ, അങ്ങനെയുള്ളതുണ്ട്. ചിലപ്പോൾ ഇത് തന്നെത്താൻ ഇങ്ങനെ കടലിൽ നിന്ന് തെറിച്ചിഞ്ഞ് റോഡിൽ കരയെ വന്ന് വീഴും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ട്യൂണ, അത്രത്തോളം ട്യൂണ ഉണ്ട്. അവരുടെ ആഹാരം മെയിനായിട്ട് ഈ ട്യൂണയാണ്. കപ്പ, ഇവിടുന്നൊക്കെ പോകുന്ന കപ്പയും ട്യൂണയും. അവിടെ വേറെ ഈ കപ്പയൊന്നും അവിടെ നിന്നും കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല. അവിടെ നമ്മുടെ ഈ പ്ലാവ്, മാവൊന്നും അവിടെ കായ്ക്കത്തില്ല. അതൊക്കെ അവർ കൊണ്ടുവച്ച് നോക്കിയിട്ടുണ്ട്, കായ്ക്കല ഒന്നുമില്ല അവിടെ. അങ്ങനെയുള്ള കൃഷി സ്ഥാനങ്ങളൊന്നുമില്ല. തെങ്ങ് മാത്രം, ഒന്നും ചെയ്യണ്ട. ഒരു ചോട്ടിൽ നിന്ന് തന്നെ ഒരു 4-5 മൂടൊക്കെയാണ് പോയേക്കുന്ന തെങ്ങ്. അങ്ങനെയുള്ളതുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് പൊട്ടിക്കിളിച്ച് വന്നേക്കുന്നതാണ്. അങ്ങനല്ല. അത് ശ്രദ്ധിക്കാതെ അവിടെ വീണെങ്കിൽ കിളിക്കുന്നതാണ്. അവിടെ നടന്നൊന്നുമല്ല, തെങ്ങ് പ്ലാന്റ് ചെയ്യുന്നൊന്നുമല്ല. ഇഷ്ടംമാതിരി തേങ്ങയുണ്ട്. വളരെ സമാധാനപ്രിയരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ. അതിന് കാരണം എന്താണെന്നറിയോ? അവിടെ യഥാർത്ഥത്തിൽ ആ ദ്വീപ് ട്രൈ ആയിരുന്നു. ദ്വീപുകൾ അവിടേക്ക് മദ്യം നിരോധനമാണ്. അവിടെ മദ്യം കൊണ്ടുപോകത്തില്ല. അവിടെ താമസിക്കുന്ന ആളുകൾ അവരെ ഈ ട്രൈബൽ കാറ്റഗറി പെടുന്നവരാണ്. അവരെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ടാണ് അവരെ കണക്കാക്കുന്നത്. ആദിവാസികളെ പോലുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതലും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 98.5% മുസ്ലിംസാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തെന്നറിയാം? അവിടെ പട്ടിയില്ലെന്ന് പറയുന്നത് നായ്ക്കളെ അവർ വളർത്തുന്നില്ല. അവിടെ ഇല്ല. ഇനി നായ്ക്കളില്ല, വളരാത്തതാണോ അല്ല, പൂച്ചകൾ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂച്ചയുണ്ട്, നായ്ക്കളില്ല. പാമ്പില്ല. അങ്ങനെ വലിയ പ്രത്യേകതയാണ് അത്. പാമ്പില്ല. അതുപോലെ തന്നെ ഈ കാക്കയുണ്ടല്ലോ, വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. കാക്കകളില്ല.
ഇങ്ങനൊരു ഒരു പ്രത്യേകതയുള്ള ഒരു നാടാണ്. ജനങ്ങളെന്ന് പറയുന്നത് പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർ സാധുക്കളെന്ന് പറഞ്ഞില്ലേ, അവർ അവിടെ ക്രൈംസ് ഒന്നുമില്ല, വളരെ കുറവാണ്. കോടതികളുണ്ട്. ആകെ ഞാനവിടെ വിസിറ്റ് ചെയ്യുന്ന ആ സമയം വരെ ഉണ്ടായിരുന്നത് എനിക്കറിയാം. അതായത് 2016 17 ആണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ഈ ആദ്യം ഇവിടുന്ന് ഫ്ലൈറ്റിൽ അവിടെ ചെന്നൊരു ദ്വീപിൽ ഇറങ്ങുന്നു. അവിടുന്ന് സ്പീഡ് ബോട്ടിലാണ് ഞാനീ പറഞ്ഞ ദ്വീപിലേക്ക് ഞാൻ പോയത്. ഏതായാലും അവിടെ എന്നിട്ട് അവിടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഒരു ഹോസ്റ്റൽ, ഒരു കെട്ടിടം, ലോഡ്ജ് പോലുള്ള ഒരു കെട്ടിടമുണ്ട്. ടൂറിസ്റ്റ് ഹോം പോലെ നല്ല വൃത്തിയുള്ള നല്ല റൂം, നല്ല മോഡേൺ ആയിട്ടുള്ള റൂം. അതാണ് താമസിക്കാനും തന്നത്. ഇത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നറിയാം, അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ അന്ന് വരെ ഞാൻ ചെല്ലുന്നത് വരെ ആകെ ഉണ്ടായിട്ടുള്ളത് ഒരു കൊലക്കേസാട്ടോ, മർഡർ കേസ്. ഒരേ ഒരു മർഡർ കേസേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അടിപിടി അക്രമം അതൊക്കെ വളരെ കുറവാണ്, വളരെ ചുരുക്കമാണ്. ഇല്ല, ആകെ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലുണ്ടായ 27 കേസുകളാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇവിടെ 27,000 കേസ് ഒരു മജിസ്ട്രേറ്റ് കോടതി കാണും. അവിടെ 27 കേസുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത് ഇപ്പം കാലമൊക്കെ മാറി വരുമല്ലേ. അവർ വരുന്ന ഈ പുതിയ തലമുറ നല്ല രീതിയിൽ ആ തലമുറകളായിട്ട് ആ രീതിയിൽ ശീലിച്ച് വരുന്നവരാണ്, സാധുക്കളാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട് ടൂറിസത്തിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആദ്യമായിട്ട് മദ്യവ്യാപാരം അങ്ങ് അനുവദിക്കുകയാണ്. അത് ഗവൺമെൻറ് മേഖലയിലാണ് അനുവദിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും, ഗവൺമെൻറ്റിൻ്റെതായിട്ടാണ് അനുവദിക്കുന്നതെങ്കിൽ പോലും അത് കാലക്രമേണ അതങ്ങ് മാറും. റൂൾസൊക്കെ മാറിയിട്ട് പ്രൈവറ്റായിട്ടുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ ആ രീതിയിൽ വരും. അപ്പോൾ ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ മദ്യക്കച്ചവടം പെർമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റാണ് ഇപ്പം നടത്തുന്നത്. അപ്പോൾ ആ പ്രായമുള്ള ആളുകൾ പറയുന്ന അവർക്കൊക്കെ ഇത് അറിയാം, ഈ രീതി ഇത് കഴിച്ചുകൂടാ, അവർ എതിരാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പക്ക മുസ്ലിംസാണ്. അവരിതൊക്കെ ഉപയോഗിക്കത്തില്ല, മദ്യം ഉപയോഗിക്കത്തില്ല. അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ഉടനെ അത് മാത്രമല്ല, അപ്പം ഇതിൻ്റെ ഈ ടൂറിസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് മദ്യവ്യാപാരം. അവിടെയുള്ള ജനങ്ങൾ ചോദിക്കുന്നത്, ടൂറിസത്തിന് വേണമെങ്കിൽ മദ്യവ്യാപാരം അവർ നടത്തി ഹോട്ടലുകൾ വല്ലതും സ്ഥാപിക്കുന്നെങ്കിൽ അതിനകത്തായിക്കോട്ടെ, അതായത് ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഭാഗത്ത് ആയിക്കോട്ടെ. പക്ഷേ നാട്ടിലിറങ്ങി ഇത് വിറ്റ് അവിടുത്തെ ജനങ്ങളെ കൂടെ കുടിപ്പിച്ച് നശിപ്പിക്കണം നെവ്മാർക്ക് നിർബന്ധം എന്തുവാ? അതാ നാട് നശിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസം പോലും ഇല്ലാതാക്കി ഉള്ള തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കുകയാണ്. ആ ജനങ്ങളെ ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടായിരുന്ന ഒരു ജനതയെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മദ്യം നിരോധനം അവിടുന്ന് മാറ്റിയതോടുകൂടി ഇവിടുന്ന് മെയിൻലാൻഡിൽ നിന്ന് മദ്യം കൊണ്ടുപോകത്തില്ലായിരുന്നു. അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ കേസാണ്. പിടിക്കുകയും ചെയ്യും. എയർപോർട്ടിൽ നല്ല ചെക്കിങ്ങാണ് ഉള്ളത്. എയർപോർട്ടിലായാലും അല്ലാതെ പോർട്ടിലായാലും അതിൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നവുമാണ്. ആ രീതിയിലുണ്ടായിരുന്ന ഒരു സമൂഹത്തിനെ നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? വലിയ ശല്യമാണ്. ഇനി മാത്രം ആ ദ്വീപുകളിൽ ഇവരുടെ സ്ഥലം, ഇവരുടെ ആവാസ വ്യവസ്ഥ മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ്. ആ ദ്വീപുകളിൽ ഇവർ ആ പഴയ ആശ്രയിക്കുന്ന തെങ്ങൾ അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ എല്ലാം വലിയ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഉമ്മാരുടെ പരിപാടി. ഈ ദ്വീപുകളെ അങ്ങ് വെറുതെ വിട്ടൂടെ? അത് ചെയ്തിരുന്നെങ്കിൽ എത്രയോ നല്ലതായിട്ട് അത് അവിടെ കിടന്നേനെ. നമ്മുടെ നാട്ടുകാർക്ക് അവിടെ പോയി കാണുകയെങ്കിലും ചെയ്യാം. ഒന്ന് കണ്ടിരുന്നെങ്കിൽ പോലും അവരുമായിട്ടുള്ള സഹവാസം ഉണ്ടെങ്കിൽ പോലും നമ്മളും മര്യാദക്കാരാവും. അവർ ഈ മാസ് ട്യൂണ മാത്രം കഴിച്ചുകൊണ്ട് അതും ഇതുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവങ്ങളെ ഇനി ഇതുപോലെ മോഡേൺ ഫുഡ്, അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ അതുപോലെ മദ്യം ഇതൊക്കെ കൊടുത്ത് ഇനി വരാനുള്ള തലമുറയെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്നാണ് ആ പാവങ്ങൾ ചോദിക്കുന്നത്. അവരുടെ കരച്ചിൽ കാണാൻ ആരുമില്ല. അവർക്ക് ഈ സമരം ചെയ്യാനൊന്നും അവരെ കൊണ്ട് കഴിവില്ല. അവരുടെ സമരത്തിനെയൊക്കെ അടിച്ചമർത്താനൊക്കെ വളരെ എളുപ്പമാണ്. ഏതായാലും അവിടെ ആകെപ്പാടെ ഉള്ളത് പള്ളികളാണ്, അല്ലാതെ ആരാധനാ സ്ഥലങ്ങളായിട്ടുള്ളത് പള്ളികളേ ഉള്ളൂ. ഞാനതേ കണ്ടിട്ടുള്ളൂ. ആ പള്ളികൾ ഒക്കെ ഇനിയിപ്പോൾ അതെല്ലാം ഇടിച്ചു നിരത്താനും നശിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള
ശ്രമങ്ങളിലേക്ക് ഇതെല്ലാം നീരും, ഇതങ്ങ് നീങ്ങും. പല ദ്വീപുകളുണ്ട് വളരെ നല്ല രീതിയിൽ കഴിയുന്ന, അമിനി, അതുപോലെ ബംഗാരം. ഈ ബംഗാരത്ത് പണ്ട് മദ്യം അവിടെ ബംഗാരത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ബംഗാരത്തതായിക്കൂടെ ആവാമല്ലോ. ബാക്കി ഈ മറ്റ് ദ്വീപുകളിലേക്ക് ഇത് കടത്തിക്കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ചിന്തിക്കണ്ടേ ഗവൺമെൻറ് ഇങ്ങനൊരു ഒരു ജനതയെ നശിപ്പിക്കുന്നതിന് മുമ്പ്?